നമസ്കാരം. കേരള കണക്റ്റിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അല്ലേ? പക്ഷേ ഈ സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന പല വിവാഹങ്ങളും നമ്മുടെ ഭൂമിയിൽ വേർപെട്ടു പോകുന്നത് ഇന്ന് വളരെ സാധാരണമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അവിടെയാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അഥവാ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് പ്രാധാന്യമുള്ളത്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, രണ്ട് വ്യത്യസ്ത മാതാപിതാക്കളുടെ, രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജനിച്ച് വളർന്ന എല്ലാ തരത്തിലും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതിനെ എങ്ങനെ കൃത്യമായി മാനേജ് ചെയ്ത് പോകണം, എങ്ങനെ മാനേജ് ചെയ്ത് പോയാലാണ് നല്ലൊരു കുടുംബത്തെ, അടുത്തൊരു തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. നിർഭാഗ്യവശാൽ വളരെ സജീവമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ക്ലാസ്സുകളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങുകളോ ഒക്കെ ഇന്ന് വളരെ ചുരുക്കം മാത്രമാണ്. ചില പ്രത്യേക സ്ഥാപനങ്ങളൊക്കെ നൽകുന്നതിനപ്പുറത്തേക്ക് വളരെ കോമൺ അല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പ്രസക്തി. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അഥവാ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് കേരള കണക്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് പ്രശസ്ത കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീമതി ബീന ജയകുമാറാണ്. മാഡത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഒപ്പം ACVയുടെ പ്രേക്ഷകരോടായി നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, കേരള കണക്റ്റ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം അഥവാ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം എന്നുള്ള ഇന്നത്തെ നമ്മുടെ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് വിളിച്ച് മാഡത്തോട് നേരിട്ട് തന്നെ ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ വാട്സാപ്പിലൂടെ മെസ്സേജായും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. അതിനും ലൈവായി തന്നെ മാഡം മറുപടി പറയുന്നതായിരിക്കും. ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളത്, TV സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാനുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യുകയും വാട്സാപ്പ് ചെയ്യേണ്ട നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുകയും ചെയ്യുക. വാട്സാപ്പ് നമ്പർ എക്സ്ക്ലൂസീവ്ലി ഫോർ വാട്സാപ്പ് ആണ്. അപ്പോൾ ലൈവിനിടയിൽ ഈ വാട്സാപ്പ് നമ്പറിൽ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്യുക അല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല, ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക, കോൾ ചെയ്യാനുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യുക. ഒരിക്കൽ കൂടി ടോപ്പിക് ഓർമ്മിപ്പിക്കുകയാണ്, പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ അഥവാ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം എന്ന വിഷയമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഉത്തരങ്ങളിലേക്കൊക്കെ കടക്കാം. മാഡം, ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം എനിക്കൊന്നും ഇപ്പോഴും സമൂഹം അത്ര തന്നെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, എന്താണ് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം, ഏതൊക്കെ തലങ്ങളിൽ നിന്നാണ് നമ്മളൊരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൽ ഏതൊക്കെ തലങ്ങളിൽ നിന്നാണ് അവബോധം സൃഷ്ടിച്ചു കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കല്യാണം ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത്, പെണ്ണായാലും പയ്യനായാലും ഉടനെ ചോദിക്കുക എങ്ങനെയുണ്ട്, കണ്ടാൽ എങ്ങനെയുണ്ട്, അതുപോലെ വീടുണ്ടോ, ജോലിയുണ്ടോ, എഡ്യൂക്കേഷനുണ്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവയൊക്കെ തന്നെ ഔട്ട്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഹാപ്പി ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാരേജാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇൻറ്റേർണലായിട്ട് കുറച്ച് പ്രോസസ്സ് ചെയ്തേ പറ്റുള്ളൂ. അത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എല്ലാം എടുത്ത് നമ്മൾ ഇൻറ്റേർണലായിട്ടൊന്ന് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്കിത് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ആവുകയുള്ളൂ. നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്, പിന്നെ ചട്ടിയും കലവും ആണെങ്കിൽ തട്ടിമുട്ടി അങ്ങ് പോകുമെന്ന്. പക്ഷേ തട്ടലും മുട്ടലും മാത്രമേ പാടുള്ളൂ, അല്ലാതെ അപ്പുറത്തേക്ക് ഉടച്ചു കളയരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുന്നത്, സാധാരണ കുറേ കുട്ടികളെ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ തലമുറ, ഈ പുതിയ തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒരു എസെൻഷ്യൽ ഘടകം തന്നെയാണ്. കാരണം പിന്നെ കുറേ പേര് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവർ നിൽക്കുന്നതിൻ്റെ കാര്യം ഇവരുടെ കുറേ ട്രോമാസ് ആയിരിക്കും, ചിലപ്പോൾ ഫിയർ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞാലുള്ള ഗുണം, നമ്മൾ ഇതെല്ലാം എടുത്തു വെച്ച് നോക്കും, ഇവരെങ്ങനെ നല്ല രീതിയിൽ ഇവർക്ക് ഒരു പേടിയില്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ ഘടകം തന്നെയാണ്. ഇപ്പം മാഡം, ഈ ഒരു വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് പോകുന്നതാണല്ലോ. അതിൽ ഞാൻ വിചാരിക്കുന്നു രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു എല്ലാ തരത്തിലുള്ളൊരു കമ്പാറ്റബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫിനാൻസ് വലിയൊരു പ്രശ്നമാണ്. രണ്ട് കുടുംബങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ
പല നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആകണമെന്നില്ല അവിടെ സ്വീകരിക്കുന്നത്. പിന്നെ കയറി ചെല്ലുന്ന വീട്ടിൽ നമ്മളെ മോളായി കാണണം എന്ന് ഒരു പെൺകുട്ടി ആഗ്രഹിച്ചാലും ഒരിക്കലും അത് നടക്കുന്ന കാര്യമില്ല. ഇനി എത്ര മോളാവാൻ ശ്രമിച്ചാലും അതിനൊരു പരിമിതി ഉണ്ടെന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്യുന്ന, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നതിന് അസാമാന്യ ഒരു വൈഭവം വേണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ എങ്ങനെയാണ് മാഡം നമ്മളൊരു ഈ കൗൺസിലിങ്ങിന് ഏതൊക്കെ തലങ്ങളിൽ നിന്നാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമ്മൾ കുറേ ഫാക്ടേഴ്സ് എടുക്കും. കുറേ ഫാക്ടേഴ്സ് എന്ന് പറയാം. നമുക്ക് ഒന്നാമത് ഒരു കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ എന്തോ ആയാലും വേണം, നല്ല രീതിയിൽ. അല്ലാതെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ്സ് അല്ല ഉദ്ദേശിക്കുന്നത് വൈഫിൻ്റെ, അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരുടെയും പറയുകയാണ്, കാരണം ഞാനൊരു പെണ്ണായതുകൊണ്ട് എപ്പോഴും പെണ്ണെ പൊക്കി പറയും, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് നിന്നിട്ട് ഇങ്ങോട്ട് വന്ന് എനിക്ക് സുഖമില്ലാന്ന് വൈഫ് പറഞ്ഞാൽ ഉടനെ പറയും, ഓ നിനക്കല്ലേലും എപ്പോഴും ഇത് തന്നെ, ആ തരത്തിലുള്ള ഒരു നെഗറ്റീവ്സ് പറയാതെ, അതുപോലെ തന്നെ ഒരു പിന്നെ കണ്ടംപ്റ്റ്, ഭയങ്കര നിന്ദിച്ചു കൊണ്ടുള്ള ഒരു സംസാരം, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടായ്മ വരുന്നില്ല. അപ്പോൾ ശരിക്കും വേണ്ടത് ഇവർ തമ്മിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ശരിക്കും പറയാറുണ്ട്, ഒരു സ്റ്റോൺ വോളിംഗ് എന്ന് പറയാറുണ്ട്. കണ്ടംപ്റ്റ് ഒന്നും പാടില്ല, അതേപോലെ സ്റ്റോൺ വോളിംഗ് പാടില്ല. സ്റ്റോൺ വോളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡോടെ എൻ്റെ ദുഃഖങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുള്ളിയുടെ മൊബൈൽ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ വോളിൻ്റെ കണക്ക് പുള്ളി നിൽക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അടുത്തൊരു വഴക്കിനുള്ള കാര്യമോ. അപ്പം ഉള്ളത് ഈ സ്റ്റോൺ വോളിംഗ് പോലെയുള്ള കാര്യങ്ങൾ പാടില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ദുഃഖങ്ങൾ ഒരു എമ്പതിയോടുകൂടി ഇനി ഞാൻ എന്താണ് ദുഃഖം, അതുപോലെ എൻ്റെ ഇമോഷനെ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അത് ഹസ്ബൻഡിനായാലും വൈഫിനായാലും ഉണ്ടാകണം. അപ്പോഴേ അവിടെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ നിൽക്കുന്നു, വൈഫ് ഇങ്ങനെ നിൽക്കുന്നു, ഓരോരുത്തരും പലതരത്തിൽ നിൽക്കുന്നു. ആ കമ്മ്യൂണിക്കേഷൻ അവിടെ അത് വലിയൊരു ഘടകം തന്നെയാണ്. അതുപോലെയുള്ളത് അസേർട്ടീവ് ആയിരിക്കണം. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കാര്യം എൻ്റെ ഹസ്ബൻഡ് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് പറ്റുകയില്ലെങ്കിൽ ഞാൻ ഐ ഷുഡ് സേ നോ, അത് പറയാൻ എനിക്ക് കഴിയണം. അല്ലാതെ ഞാനത് ആ നോയെ റെസ്പെക്റ്റോടുകൂടി എടുക്കാനായിട്ട് ഹസ്ബൻഡിന് സാധിക്കുകയും വേണം. പക്ഷേ ഈ നോ പറയുന്ന എടുത്തടിച്ച പോലെ പറയാനല്ല ഉദ്ദേശിക്കുന്നത്, ഒരു റെസ്പെക്ട്ഫുള്ളായിട്ട് തന്നെ പറയണം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കേസ് പറയാം. ആ കേസിൽ ഒരു അമ്മയ്ക്ക് 2 മരുമക്കൾ, അവർ ഒരു 18 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ മരുമകൾ വന്നപ്പോഴേ അമ്മ ഡിക്ലെയർ ചെയ്തു, ഇവളെൻ്റെ മോളെ പോലെയാണ്, ഇവളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുകയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡായിട്ടുള്ള ആൾ വന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ആൾ വന്നപ്പോഴേ അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്തോ, മോളെ നീ അവിടെ ചെന്നിട്ട് അമ്മായിയമ്മയെ ബുദ്ധിമുട്ടിക്കരുത്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി വന്നിട്ട് പാവമല്ലേ, അത് ഒരു 18 ഇയേഴ്സേ ഉള്ളൂ, ഇത് വന്ന എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു, മൊത്തം തലയിലായി കാണും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഈ 18 വയസ്സുള്ള കുട്ടി കോളേജിൽ പോകാൻ തുടങ്ങി. കോളേജിൽ പോയി അത് കഴിഞ്ഞ് കുട്ടിയുണ്ടായി, ജോലി കിട്ടി. ഇത് ഇത്രയും ആയപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ്, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല, ഇത്രയും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ. അപ്പം വീട്ടിലുള്ള അവിടെയും പ്രശ്നമായി. വീട്ടിൽ നോക്കിയപ്പോൾ അവർക്ക് കുറച്ച് താമസിക്കുമ്പോൾ അവർ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. കാരണം അത്രയും നാൾ കറക്റ്റിന് കൊടുത്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് കുറഞ്ഞപ്പോൾ അവരുടനെ പറയാൻ തുടങ്ങി, അവർ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടിക്ക് അസേർട്ടീവ് ആവാൻ ഒക്കുന്നില്ല, നോ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ ആ കൗൺസിലിംഗ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം റെസ്പെക്ട്ഫുള്ളി പറയണം, എനിക്ക് കാര്യങ്ങൾ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് താങ്ങാൻ ഒക്കുന്നതല്ലേ താങ്ങാൻ ഒക്കുള്ളൂ എന്ന തരത്തിൽ. അങ്ങനെ പുള്ളിക്കാരി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലേക്ക് നീങ്ങാൻ തുടങ്ങി. അതൊരു വലിയ കാര്യമാണ് ഈ അസേർട്ടീവ് ആകുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ കുട്ടികളോടും പറയാറുണ്ടല്ലോ, അസേർട്ടീവ് ആകണം. നോ ആണെങ്കിൽ നോ തന്നെയാണ് അത്. പക്ഷേ എടുത്തടിച്ച പോലെ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. അടുത്ത വേറൊന്ന് പറയുന്നത്, ഈ ഹസ്ബൻഡും വൈഫും കൂടെ ഉള്ളപ്പോൾ, ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം, അത് കേസല്ല, അല്ലാതെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പം
ഹസ്ബൻഡ് വൈഫും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഈവനിങ് ഷോയ്ക്കുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വന്നത്, സിനിമയുടേത്. അപ്പോൾ വൈഫിന് കുറേ ജോലിയുണ്ട് വീട്ടിൽ. അപ്പോൾ വൈഫ് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുകയില്ല, ഇത് തീരത്തില്ല, ഞാൻ വരുന്നില്ല. അപ്പോൾ ഉടനെ രണ്ട് തരത്തിൽ ഹസ്ബൻഡിന് അതിന് പ്രതികരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ നീ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, നിന്നെ കൊണ്ടൊന്നിനും പോകാനൊന്നും പറ്റുകയില്ല. അല്ലെങ്കിൽ പറയാം എന്തൊക്കെ ജോലികളാണ് ഉള്ളത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം കുറേയൊക്കെ, അപ്പോൾ നമുക്ക് പോകാമല്ലോ എന്ന് പറയാം. അപ്പോൾ അവിടെ ഐക്ക് പ്രാധാന്യം കൊടുക്കണം, യു എന്നുള്ളത് കുറച്ചൊന്ന് മാറ്റി വെക്കണം. കാരണം എപ്പോഴും നമ്മൾ പറയുന്ന നീയാണ് തെറ്റുകാരി, നീയാണ് പ്രശ്നക്കാരി, അങ്ങനെയല്ലേ സാധാരണ കേൾക്കാറ്. അതിൽ നിന്നും മാറിയിട്ട് ഐ എന്നുള്ള ഇതൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രസ്റ്റും ഇൻറ്റിമസിയും ഒക്കെ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് ട്രസ്റ്റും ഇൻറ്റിമസിയും ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൾണറബിലിറ്റീസ്, നമ്മുടെ ദുർബലതകളൊക്കെ അവരോട് പറയണം. എനിക്കിങ്ങനെ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്തു വെച്ച് പിന്നെ പ്രയോഗിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, അവർ നമുക്ക് സപ്പോർട്ട് തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റി, ഫിനാൻസിനെ പറ്റി ഒക്കെ എല്ലാം നമ്മൾ ആ ഹസ്ബൻഡിനോട് പറയണം. ഹസ്ബൻഡല്ല, അന്നേരം ഹസ്ബൻഡായിട്ട് നമ്മൾ ഈ പ്രീമാരിറ്റൽ വരുമ്പോൾ അവിടെ നമ്മൾ ഇവരെ രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം അന്നേരം അങ്ങനെ അവരോട് എല്ലാം കാര്യങ്ങൾ വിശദമാക്കി ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു ട്രസ്റ്റ്. അതുപോലെ തന്നെ റെസ്പെക്ട്ഫുള്ളി വേണം അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അല്ലാതെ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കയറിയിട്ട് നമ്മൾ അതിനകത്ത് കയറി അങ്ങ് അവരെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും, അതൊന്നും ഇല്ലാതെ ഇരിക്കുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവർ തമ്മിൽ ആദ്യം ഇവർ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ പിന്നെ മാഡം ട്രസ്റ്റ് എലമെന്റിനെ കുറിച്ചല്ലേ പറയുന്നത്? ഞാൻ അതിലേക്ക് ഒന്ന് വരാം. ഒരു കോളർ കുറച്ച് സമയമായിട്ട് വെയിറ്റിംഗ് ആണ്, അതിനുശേഷം അതിലേക്ക് വരാം. ഹലോ, കോളർ ഡ്രോപ്പ് ആയി പോയി മാഡം, കണ്ടിന്യൂ ചെയ്യാം. ആദ്യത്തത് ഞാൻ ഒരെണ്ണം പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഏകദേശം 1.5 വർഷം കഴിഞ്ഞാണ് കല്യാണം കഴിച്ചത്. എൻഗേജ്മെന്റും കഴിഞ്ഞു, കല്യാണം കഴിച്ചു. 1.5 വർഷമായി. ഈ 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പുള്ളി അങ്ങ് ഗൾഫിൽ പോയി. അപ്പോൾ പുള്ളി ഗൾഫിൽ പോയി കഴിഞ്ഞപ്പം തിരിച്ച് ഈ 1 വർഷം കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയും കാണുന്നില്ല. പുള്ളിക്കാരിക്ക് അമ്മായിയമ്മ എവിടെയുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അമ്മായിയമ്മ പുറത്തു പോകാൻ സമ്മതിക്കത്തില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഒരു ഫംഗ്ഷനായിട്ട്, അപ്പോൾ പുള്ളിക്കാരിയുടെ സ്വർണം മുഴുവൻ അമ്മായിയമ്മയുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഉടനെ പിന്നെ ഹസ്ബൻഡ് വന്ന ഒരു സമയത്ത് എന്തോ ഒരു ഫംഗ്ഷന് പോകാനായിട്ടാണ് വന്നത്. അപ്പോൾ പുള്ളിക്കാരി ഫംഗ്ഷന് അപ്പോൾ ഈ ഗോൾഡ് എടുക്കണമല്ലോ, ഗോൾഡൊക്കെ നോക്കിയപ്പോഴും 2-3 വള കാണാനില്ല. അപ്പോൾ അന്വേഷിച്ചപ്പം അമ്മ പറഞ്ഞത് പിന്നെ ഇത് എനിക്ക് കുറേ കടമുണ്ട്, ഞാനതങ്ങ് വിട്ടു. അപ്പോൾ ഈ കുട്ടി പറയുന്നത് അമ്മയ്ക്ക് എന്നോട് ചോദിക്കാം. അന്നേരം ഹസ്ബൻഡോട് ചേർന്നെന്നാണ് ഈ കുട്ടി വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി ആ ഹസ്ബൻഡ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് പ്രശ്നം ഉണ്ടാക്കി. ഈ കുട്ടി എന്നിട്ട് അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഒരുപാട് കടമുണ്ട് പുള്ളിക്ക്. പുള്ളിയുടെ കടത്തിൻ്റെ കാര്യം ഈ അമ്മ കൂടെ മോനോട് ഇങ്ങി വരാൻ പറയും, ഇവിടെ വന്ന് ഫംഗ്ഷൻ എല്ലാം പങ്കെടുക്കണം. അപ്പോൾ ഗൾഫിൽ നിന്ന് വരിക എന്ന് പറയുന്നതും പിന്നെ പുള്ളിയുടെ ഇൻകം മുഴുവൻ ഇതിനകത്തങ്ങ് പോവുകയാണ്. എല്ലാം പോയി. പിന്നെ എല്ലാം ഈ കടം വീട്ടാനായിട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. പുള്ളിക്കാരി അപ്പോഴാണ് അറിയുന്നത്. പുള്ളിക്കാരി പറയുന്നത് ഈ 1.5 വർഷമായിട്ട് എന്നോട് ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, പറയാമായിരുന്നല്ലോ എന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പുള്ളിക്കാരി സ്വന്തം പൈസയിൽ അവിടെ പോയി 75,000 രൂപയ്ക്ക് ഒരു ജോലി കണ്ടെത്തി. എന്നിട്ട് ആ ഫിനാൻസ് പുള്ളിക്കാരി നല്ലോണം മാനേജ് ചെയ്തു. കാരണം സ്വന്തം പൈസ വെച്ച് കുറേ ഹൗസ് ഹോൾഡ് ഐറ്റംസ് വാങ്ങി. അതുപോലെ പുള്ളിയോട് പറഞ്ഞു എല്ലാ പൈസയും അടയ്ക്കാൻ പറ്റത്തില്ല, കുറച്ച് ഹൗസ് ഹോൾഡ് കാര്യങ്ങൾക്ക് വേണ്ടി തരണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ അത് കുറച്ച് സേവ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അതിൽ രണ്ടും വരുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല എന്നുള്ള വിഷമം. അപ്പോൾ അവിടെ ട്രസ്റ്റ് പോയി. അതുപോലെ ഫിനാൻസും അവിടെ വരുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പുള്ളിക്കാരി നല്ലോണം നടത്തി. അപ്പോൾ നമ്മൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും അവിടെ നടത്തുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എത്ര വരുമാനമുണ്ട്. സാധാരണ ആൾക്കാർക്ക് കടമൊക്കെ കാണും. ആ കടം എങ്ങനെ വീട്ടാൻ പറ്റും, ഈ വരുമാനത്തിൽ നിന്നും നമുക്കത് ശരിക്കും വീട്ടാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കും. മാഡം, ഇപ്പം ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് നമ്മൾ ഒരു കപ്പിളിനെ ഒരു ടു ബി ബ്രൈഡ് ഗ്രൂമർ രണ്ടുപേരെയും
എപ്പോഴാണ് നമ്മൾ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടത്? അതായത് ഇപ്പോൾ ചില കേസസിൽ കല്യാണത്തിന് മാഡം പറഞ്ഞ പോലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു 1.5 വർഷ സമയം കാണും. ഈ 1.5 വർഷ സമയത്തിനിടയിൽ ഇവർ തമ്മിൽ ചിലപ്പോൾ പലതവണ വഴക്കുണ്ടാക്കുന്നുണ്ടായിരിക്കും, പ്രശ്നം ഉണ്ടായിരിക്കും, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ള നിലയിലേക്ക് എത്തുന്ന കേസസ് കാണും. പക്ഷെ പിന്നെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു പേരിൽ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുകയും കല്യാണം കഴിയും. അത് കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും അടിച്ചു പിരിഞ്ഞ് രണ്ടും രണ്ട് കോണിലേക്ക് പോകുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രിമാരിറ്റൽ കൗൺസിലിംഗ് ആക്ച്വലി ഏത് സ്റ്റേജിലാണ് നമ്മൾ കൊടുക്കണത്? ഒരു എൻഗേജ്മെൻറ്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കണോ, അതോ കല്യാണം നടത്തുന്നതിന് മുമ്പ് കൊടുക്കണോ? എപ്പോഴാണ് നൽകേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ എൻഗേജ്മെൻ്റൊക്കെ ഇവർ നേരത്തെ അങ്ങ് നടത്തി വെക്കും. അതാണ് സാധാരണ ചെയ്യുന്നത്. ശരിക്കും എൻഗേജ്മെൻറ്റിന് മുമ്പേ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം വീട്ടുകാർക്ക് ഇത്രയും ചിലവാകുകയല്ലേ ഈ എൻഗേജ്മെൻറ്റിന്, ഇത്രയും പേരെ വിളിച്ച് വിശാലമായി നടത്തും. മിക്കവാറും ഇപ്പോൾ എൻഗേജ്മെൻറ്റ്സ് എല്ലാം അങ്ങനെയല്ലേ നടത്തുന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഇവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. കാരണം ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ പ്രീമാരിറ്റലിന് വിടുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യും. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രശ്നങ്ങൾ എന്നല്ല നമുക്ക് പറയാൻ പറ്റുന്ന ഡിസ്പാരിറ്റീസ് ഉണ്ടാവും രണ്ടുപേരും തമ്മിൽ. അപ്പോൾ അത് ഏതൊക്കെയാണ് അതെടുത്ത് വർക്ക് ചെയ്യും നമ്മൾ. ആ വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഒക്കെ ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ചിലത് ഒരു തരത്തിലും ശരിയാകുകയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവർക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മൾ ഇന്നതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇന്നതൊക്കെയാണ് നടക്കാൻ പോകുക, ഇന്നതാണ്, ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ ഓരോ ഫീൽഡും എടുത്തിട്ട്. അപ്പോൾ ആ ഫീൽഡിൽ എങ്ങനെയാണ് അവർ തന്നെ അവെയറാവും. ആക്ച്വലി അവെയറാകും. ഇന്നതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിലുള്ളത്. ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും. മിക്കവാറും ഒരു 90% ആൾക്കാർ ഓക്കെ ആകും അതിനെപ്പറ്റി. പക്ഷേ അവർക്കറിയാം ഞങ്ങളിത് ഇപ്പോൾ ഈ പ്രീമാരിറ്റൽ നടത്തിയത് കൊണ്ട് ഇവർ തമ്മിൽ വഴക്കൂടില്ല എന്നല്ല. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഇന്നത് കൊണ്ടാണെന്നൊരു അവയർനെസ് ഉണ്ടാകും. അതൊരു വലിയ കാര്യമാണത്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാം. അതാണ് ഞാൻ പറഞ്ഞത്, ഹാപ്പി ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആകണമെങ്കിൽ ഇത് നല്ലതായിരിക്കും. മാഡം, ഈ മുമ്പ് ലവ് മാരേജസ് ഉണ്ടെങ്കിൽ പോലും എനിക്കൊന്ന് കുറേ കൂടെ കോമൺ ആയിട്ടുണ്ടായിരുന്നത് വീട്ടുകാർ പറഞ്ഞു ഉറപ്പിച്ച് വരുന്ന അറേഞ്ച്ഡ് മാരേജസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ എല്ലാത്തിനും പ്ലസ്സും ഉണ്ട്, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. പക്ഷെ രണ്ട് കുടുംബങ്ങൾ ചേരുന്നതാണല്ലോ ഒരു മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരുപോലെയൊക്കെ ഉള്ള പശ്ചാത്തലത്തിലുള്ള ആളുകൾ ഒരുപോലത്തെ ജീവിത 100% അല്ലെങ്കിൽ പോലും മോർ ഓർ ലെസ് സെയിം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ഒരു വിവാഹ ബന്ധം ഉറപ്പിക്കുന്നതിലേക്ക് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ലവ് മാരേജ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. രണ്ടുപേരും തമ്മിൽ കണ്ടു, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പ്രണയത്തിലാവുന്നു, അവർ വീട്ടുകാരോട് പറഞ്ഞോ അല്ലാതെയോ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അവർ കല്യാണത്തിലേക്ക് പോകുന്നു. ഈ അറേഞ്ച്ഡ് മാരേജിൽ ഒരു സ്ട്രേഞ്ചറിനെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെന്നൊരു എലമെൻറ്റ് പറയുമെങ്കിലും ആ സ്ട്രേഞ്ചറിനെ കല്യാണം കഴിക്കുമ്പോൾ പോലും കുറേ കാര്യങ്ങൾ ബേസിക്കായിട്ട് ഫാമിലീസ് തമ്മിൽ ഉള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടാറുണ്ട്. ഫാമിലി അല്ല കല്യാണം കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഫാമിലി ഇതിൻ്റെ ഒരു ഇൻഡിസ്പെൻസിബിൾ എലമെൻ്റ് ആണല്ലോ. പക്ഷേ ഈ പ്രണയവിവാഹങ്ങൾ ഈ പറഞ്ഞ പോലെ തമ്മിൽ പറഞ്ഞ് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് നടത്തുന്ന കല്യാണങ്ങൾ പോലും പലതും നമ്മൾ ഈ പറഞ്ഞ പോലെ 1.5-2 വർഷമൊക്കെ എൻഗേജ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ അവർ മുന്നോട്ട് പോയി കല്യാണം കഴിക്കുന്ന പോലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ പൊട്ടിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇത് ആരെ എങ്ങനെയുള്ള കല്യാണത്തിലാണ് ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. അപ്പോൾ എന്തായിരിക്കും അതിനൊരു മാഡം എങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്? ഇത് ശരിക്കും പിന്നെ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ, ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ടറി പാർട്ടി പറഞ്ഞതുപോലെ ഇപ്പോൾ ഔട്ട്വേഡ് കാര്യങ്ങളെയും നോക്കാറുള്ളൂ വീട്ടുകാർ. പിന്നെ കുട്ടി അത്രയും ഇതാണെങ്കിൽ, കുറച്ച് മെച്യൂർഡ് ആണെങ്കിൽ കുട്ടിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടി കുറേ ദിവസം സംസാരിക്കുന്ന ഒരുപാട് കേസസ് എനിക്കറിയാം. അതൊരു തരത്തിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളിലൂടെ കുട്ടിക്ക് പോകാൻ അവർക്ക് രണ്ടുപേർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാവും കുറേയൊക്കെ.
പക്ഷേ ലവ് മാരേജിൽ ആദ്യം ചിലപ്പോഴും ഒരു അട്രാക്ഷനിൽ അങ്ങ് പോകുന്നതാകാം. ചിലത് നല്ല രീതിയിൽ ഇവർ തമ്മിൽ പിന്നെ സംസാരിച്ച് പോകുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ ഏറ്റവും ഈ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഏകദേശം ഒരു പോലെയൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഇവർ നോക്കി തന്നെ വേണം കല്യാണം കഴിപ്പിക്കാൻ. അല്ലാതെ നോക്കുമ്പോൾ രണ്ടുപേരും കാണാൻ സുന്ദരിയും സുന്ദരനും, അതുപോലെ ഫിനാൻഷ്യലി കൊള്ളാം, പിന്നെ എഡ്യൂക്കേഷൻ ലെവലിൽ നോക്കുമ്പോൾ നല്ല ജോലി, ഇത് ഇത്രയും മാത്രമല്ല. ഒരു ഇതെന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ അറിയണം, കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം കല്യാണം കഴിക്കാൻ. കാരണം രണ്ടുപേരും കൂടെ ഒരു കുറച്ച് ദിവസം സംസാരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ സൈക്കോളജിയിൽ പറയുന്നുണ്ട്, ഒരു ട്രാവലിന് രണ്ടുപേരും കൂടെ പോയാൽ എല്ലാം മനസ്സിലാവും. കാരണം ഒരു ട്രാവലിൽ ആദ്യമൊക്കെ നമ്മൾ ഈ സംസാരിക്കുമ്പം കുറേയൊക്കെ നമ്മൾ മുഖം മൂടി ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു ട്രാവലിന് പോവുകയാണെങ്കിൽ അത്രയും നമുക്ക് മുഖം മൂടി വെക്കാൻ പറ്റുക. പക്ഷേ ഇന്നത്തെ പേരൻസ് ആരെല്ലാം സമ്മതിക്കുമോ അങ്ങനെ ട്രാവൽ? പക്ഷെ കുറേ പേര് പോകുന്നുണ്ട്. അത് അന്നേരമാണ് കുറേ കൂടെ മനസ്സിലാകുന്നത് എങ്ങനെയുണ്ട് ഞങ്ങൾ തമ്മിൽ ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത്. മേഡം, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ഹലോ, കോള് കണക്റ്റഡ് ആണ്, പക്ഷേ ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്നറിയില്ല. ഹലോ ഹലോ, നമസ്കാരം. കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് പ്രമോദ് എന്നാണ്, കോട്ടയത്ത് നിന്നാണ്. ഓക്കെ പ്രമോദ്, ഇന്നത്തെ വിഷയം പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യം, വിവാഹപൂർവ്വ കൗൺസിലിംഗിന്റെ പ്രാധാന്യമാണ്. സംസാരിക്കാം, മാഡം ഉണ്ട്. ഓക്കെ മാഡം, സാധാരണ നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടർമാരെ, ഇപ്പൊ എന്റെ മകന്റെ കല്യാണമാണ് 2 മാസം കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഡോക്ടർമാരെയാണോ കാണേണ്ടത്, സൈക്കോളജിസ്റ്റിനെയാണോ കാണേണ്ടത്? നമുക്ക് ഈ സർക്കാർ തലത്തിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ട്? നമ്മൾ എവിടെയാണ് അതിന് ചെല്ലേണ്ടതെന്ന് അറിഞ്ഞാൽ കൊള്ളാൻ. ശരിക്കും അതെ, ഞാൻ പറയാം. അതിനകത്ത് ശരിക്കും നമ്മൾ സൈക്കോളജിസ്റ്റാണ് കുറേ കൂടെ നല്ലത്. കാരണം ഇവർ രണ്ടുപേരും വില്ലിങ് ആണ് പോയി സംസാരിക്കാനെങ്കിൽ സൈക്കോളജിസ്റ്റാണ് കുറേ കൂടെ നല്ലത്. സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ അത് ആ ഇൻറ്റേർണൽ, ഞാൻ നേരത്തെ ആ ഇൻട്രൊഡക്ടറി പാർട്ടിലൊക്കെ പറഞ്ഞു, ഞാൻ ഇൻറ്റേർണലായിട്ട് അതെടുത്ത് ഓരോരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ തമ്മിലുള്ളത് നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങൾ എഴുതിച്ചിട്ട് വരുന്ന ഉടനെ ആ ഹിസ്റ്ററി എഴുതിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടുപേരും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട്, ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇതിങ്ങനെ ഏതൊക്കെയാണ് ആ വ്യത്യാസമുള്ള ഭാഗങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അവർക്ക്. ഇതൊക്കെയാണ് നിങ്ങൾ വ്യത്യാസമുള്ളത്, ഇന്നതാണ്. ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സ് വ്യത്യാസമായിരിക്കും. ഇപ്പം മോൻ്റെതുപോലെ ആയിരിക്കുകയല്ല മരുമകളുടേത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ തമ്മിൽ ആ ഡിസ്പാരിറ്റീസ് ഉണ്ടാകും എന്നുള്ള ആ ഒരു ഇത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അതിന് സർക്കാർ ഒരുമിച്ച് തന്നെയാണ്, ഒരുമിച്ച് കൊണ്ടുപോകണം, ഒരുമിച്ച് തന്നെ അവർ പോകണം. അല്ലാതെ രണ്ടുപേരും ഒരുമിച്ച് പോകട്ടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവർ ഒരുമിച്ചിരുത്തി ആദ്യം സംസാരിക്കും, പിന്നീട് രണ്ടുപേരെയും പ്രത്യേകം കാര്യങ്ങൾ ചോദിക്കും, രണ്ടുപേരെ കൊണ്ട് എഴുതിക്കും എന്തൊക്കെയാണ് എന്നുള്ളത്, എന്തൊക്കെയാണ് അവർക്ക് ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് പറയാനൊക്കെയല്ല, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണല്ലോ. അപ്പോൾ അതിങ്ങനെ എഴുതിക്കും. അത് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. രണ്ടുപേരും കൂടെ പോകുന്നതാണ് നല്ലത്. കാരണം രണ്ടുപേരും കൂടെ ചേർന്നാലല്ലേ അവരുടെ കുടുംബജീവിതം സന്തോഷകരമാവുകയുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു മാം. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ്. കേരള കണക്റ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രീമാരിറ്റൽ കൗൺസിലിംഗിൻ്റെ അഥവാ വിവാഹപൂർവ്വ കൗൺസിലിംഗിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീമതി ബീന ജയകുമാറാണ്. ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു കേരള കണക്ട് വൺസ് അഗൈൻ. നമ്മൾ വിവാഹപൂർവ്വ കൗൺസിലിംഗിൻ്റെ പ്രാധാന്യം അഥവാ പ്രീമാരിറ്റൽ കൗൺസിലിംഗിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ശ്രീമതി ബീന ജയകുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാം. മാഡം, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ
എപ്പോഴും ഒരു കുറച്ച് ഏജ് ഡിഫറൻസ് പെൺകുട്ടിയും പയ്യനും തമ്മിൽ ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരോ അല്ലെങ്കിൽ ഈവൻ ഈ ഒട്ടും തന്നെ ഏജ് ഡിഫറൻസ് ഇല്ലാത്ത തരത്തിലുമൊക്കെ കല്യാണങ്ങൾ വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഒരു വ്യക്തി ഒരു പയ്യൻ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുത്തൊരു കുടുംബം നയിക്കാൻ പ്രാപ്തനാകുന്നതിന് അല്പസമയം വേണം. നമ്മുടെ ഒരു പരമ്പരാഗത കാഴ്ചപ്പാട് ഒരു 27-28 വയസ്സെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ആയാൽ ഉടനെ കല്യാണത്തിലേക്ക് പോകും. ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ചവരും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള റിലേഷൻ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് ഒരുപാടുണ്ട്, ഇല്ല എന്നല്ല. ഈ ഏജ് ഡിഫറൻസിൻ്റെ ഒരു എലമെൻറ്റിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ അതിനകത്ത്? പണ്ടത്തെ കാലത്ത് സ്ഥിരം പറയുമായിരുന്നു ഒരു 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഒക്കെ നല്ലതാണ്. 10 വയസ്സിന്, കാരണം അപ്പോഴാണ് ഒരു മെച്യൂർ ആകുന്നത്. എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ മെച്യൂർ ആകാനാണ് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ 25-26 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പിന്നെ കുടുംബ ബന്ധം കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത്രയും ഡിഫറൻസിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത്രയും ഡിഫറൻസിൻ്റെ കാര്യമൊന്നുമില്ല. 10 വയസ്സ് ഡിഫറൻസ് എനിക്ക് തോന്നുന്നു അത് വലിയ ഡിഫറൻസ് ആണ്, ടൂ മച്ച് ആണ്. രണ്ടുപേരും 2 ജനറേഷൻ പോലെ ചിലപ്പോൾ 2 ട്രാക്കിൽ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ എടാപോടാ ബന്ധമാണ്, ഭയങ്കര ഫ്രണ്ട്സ് ആണ്. മറ്റേത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയെ പിന്നെ കല്യാണം കഴിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മോളുടെ ഒരു ഇതുപോലെയാണ്. അത്രയും അങ്ങ് ഈ 10 വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് കൊച്ചുകുട്ടിയായിരിക്കും. മറ്റേത് പുള്ളി കുറെ കൂടെ ഇതായിട്ട്. അപ്പോൾ അത്രയും വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഫ്രണ്ട്സായിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഒരു ലെവലിൽ നിൽക്കുന്നു, വൈഫിങ് താഴെ നിൽക്കുന്നു, ആ ലെവലിൽ വേണ്ട. രണ്ടുപേരും, എൻ്റെ അഭിപ്രായമാണിത്. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ഇപ്പോഴെല്ലാവരും ഞാൻ നോക്കിയിട്ട് എൻ്റെ റിലേറ്റീവ്സ് തന്നെ ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട്. അവരൊക്കെ ഭയങ്കര രസമായിട്ട് ജീവിക്കുന്നവരാണ്. കാരണം അവരെല്ലാവരും ഇടാ പോടാന്ന് വിളിച്ചുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ആരും ചേട്ടാന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കുറവാണ് കാണുന്നത്. പേര് വിളിക്കുന്നു ഇടാ, പക്ഷെ നല്ല ഫ്രണ്ട്സായിട്ട് നല്ല രസമായിട്ട് പോകുന്നത് കാണാം. അപ്പോൾ അത്രയും ഡിഫറൻസ് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മാഡം, ഈ നമ്മളൊരു കല്യാണം, മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് രണ്ടുപേരെ ഹാപ്പി ആയിട്ട് ഒരു ലൈഫ് ടൈം ഒരുമിച്ച് നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് പോവുക, അവർക്കൊരു 1-2 കുട്ടികൾ ഉണ്ടാവുക, അവരുടെ ഒരു നല്ല ഒരു കുടുംബജീവിതം ഫ്ലറിഷ് ചെയ്ത് അടുത്ത തലമുറയെ നന്നായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരുപാട് തലങ്ങളുണ്ട്. രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉള്ളൊരു ഇൻറ്റിമസി, എനിക്ക് നീ, നിനക്ക് ഞാൻ, എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും അടുത്ത് തന്നെ ഷെയർ ചെയ്യാനായിട്ട് ഒരാളുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം അത്തരം വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ഇപ്പം ശാരീരികമായും മാനസികമായിട്ടുമുള്ളൊരു ബന്ധം, അത് എത്രത്തോളം നമ്മുടെ ഒരു പ്രിമാരിറ്റൽ കൗൺസിലിങ്ങിൽ അതിന് ഒരു പ്രാധാന്യമുണ്ട്? ശരിക്കും ഒരു ഇൻറ്റിമസി എന്ന് പറയുന്നത് ശരിക്കും 2 തരത്തിലുണ്ട്. ഫിസിക്കലും ഇമോഷണലുമുണ്ട്. ഇമോഷണലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇന്നത്തെ ദിവസം ഓഫീസിൽ പോകണ്ട, ഞങ്ങൾ 2 പേരും ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കുന്നു, ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ നോക്കുന്നു. അവിടെ ഇൻറ്റിമസി ഉണ്ടാകുന്നില്ല. അതേസമയം ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഒരുമിച്ചിരുന്ന് കാണുന്നു, അതിനെപ്പറ്റി കമൻറ്റ് പറയുന്നു. ശരിക്കും അവിടെ ഇൻറ്റിമസി ഡെവലപ്പ്. ഒരുമിച്ച് ഒരു ദിവസം രാവിലെ എണീക്കുന്നു, കുക്ക് ചെയ്യുന്നു, ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു. അതെ, അതൊക്കെ അതേപോലെ പോകും. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ വായിച്ച ഒരു ബുക്കിനെ പറ്റി, ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമുള്ള ഒരു ബുക്കിനെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നടക്കുമ്പോൾ ആ റോഡൊന്ന് ക്രോസ് ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ പിടിച്ച് ക്രോസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അവിടെ ഒരു ഇൻറ്റിമസിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ ലവ് ലാംഗ്വേജസ് ഉപയോഗിക്കാം. ഇടയ്ക്ക് ഹസ്ബൻഡ് എത്ര ആയിക്കോട്ടെ, എത്ര വർഷം കഴിഞ്ഞായാലും ഐ ലവ് യു എന്ന് പറയാം. അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, പ്രകടിപ്പിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ ക്ലാസ്സസ് എടുക്കുമ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? അയ്യോ ഇല്ല മാഡം, അത് ശരിയാവത്തില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്? നിങ്ങൾ വഴക്ക് കൂടാറുണ്ടോ? അതുണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞു അപ്പം ചീത്തക്കാര്യമല്ലേ ഈ വഴക്കുണ്ടാവുക, അത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ നല്ല കാര്യം ചെയ്തുകൂടാ. അത് ആൾക്കാർക്ക് അയ്യോ അതൊരു പ്രശ്നമാണ്,
വീട്ടുകാർ കണ്ടാൽ അല്ലെങ്കിൽ ആൾക്കാർ കണ്ടാൽ എന്ത് പറയും എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഒന്ന് ഹഗ് ചെയ്താൽ എന്ത്, പോകുന്ന നേരത്തെ ഒരു ഉമ്മ കൊടുത്താൽ എന്ത്, ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇൻറ്റിമസി ഡെവലപ്പായി വരികയാണ്. അത് അടുത്തത് വരുന്നത് സെക്ഷുവാലിറ്റിയാണ്. സെക്ഷുവാലിറ്റി വലിയൊരു ഘടകമാണ് ഒരു പിന്നെ ഫാമിലി ലൈഫിൽ. സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ഇൻ്റർകോഴ്സ് മാത്രമാണ് പറയുന്നത്. ഇൻ്റർകോഴ്സ് മാത്രമല്ല അതിനകത്ത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇമോഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങളെ വെച്ചിട്ടാണ് ഈ ഒരു സെക്ഷുവാലിറ്റി നടക്കുന്നത്. അപ്പോൾ ഒരു കേസ് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയും ഒരു ഹസ്ബൻഡും ഒരു കുഞ്ഞുണ്ട്, അവർക്ക് 4 വയസ്സുള്ള കുഞ്ഞാണ്. അപ്പോൾ ഈ വൈഫിന് ജോലിക്ക് പോകണം. വൈഫൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ്, ഹസ്ബൻഡ് ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ പുള്ളി ജോലിക്ക് പോവും, വൈഫാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, സ്വന്തം കുട്ടിയെ ഒരുക്കി കൊണ്ടുപോകണം, പ്ലേ സ്കൂളിൽ വിടുന്നുണ്ട്. അപ്പം അതുപോലെ ജോലിക്കാരിയും നോക്കണം. ജോലിക്കാരി അവിടെ കുറച്ച് ഇതുള്ളതാണ്, ടെൻഷനുള്ള ജോലിയുമാണ്. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞ് തിരിച്ചു വന്നും സെയിം കുട്ടിയെ പ്ലേ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം ചെയ്യണം. ലാസ്റ്റ് ആയപ്പോഴത്തേനും പിന്നെ അവർക്ക് ഒട്ടും വയ്യാത്ത ഒരു അവസ്ഥയായിട്ട് മാറി. കാരണം ഈ എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കേണ്ട ഒരവസ്ഥ. ഇവിടെ ഹസ്ബൻഡിന് ഒരു സപ്പോർട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായ ഒരു കേസുണ്ട്. ആ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ അവർക്കാണെങ്കിൽ ഈ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പിന്നീട് സെക്ഷുവൽ ഇതിനൊന്നും ഹസ്ബൻഡിനോട് പിന്നെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. പുള്ളി വരുമ്പോഴെല്ലാം പുള്ളിക്കാരി എന്തെങ്കിലും കാര്യം പറഞ്ഞ് മാറിപ്പോവും. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് ഇവൾക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ടായി എന്നാണ്. അപ്പോൾ ശരിക്കും കൗൺസിലിങ്ങിന് വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കുട്ടിയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇവർ കുട്ടിയെ നോക്കി കുട്ടിയുടെ ഉറക്കമില്ലായ്മ വരുമ്പോൾ ഇവർക്ക് ഉറക്കമില്ല. അങ്ങനെ പലതും വന്നിട്ട് ആണ് പിന്നെ ബോഡിയിലുണ്ടായ ഈ ചേഞ്ചസ് പുള്ളിക്കാരിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ വേണ്ടത് ഹസ്ബൻഡ് കുറച്ച് നേരം കുട്ടിയെ നോക്കട്ടെ. കുട്ടിയെ കുറച്ചൊക്കെ നോക്കി കഴിയുമ്പോൾ പിന്നെ പുള്ളിക്കാരിയുടെ ബോഡി ഒന്ന് കറക്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. അപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും ഒരു പ്രശ്നം തന്നെയാണ് ഇതിനകത്ത്. അങ്ങനെ കുറേ രണ്ട് കൂട്ടരും കൂടെ സഹകരിച്ചെങ്കിലേ പറ്റുള്ളൂ. കാരണം ഹസ്ബൻഡ് വിചാരിക്കുന്നത് ഇതൊക്കെ അവളുടെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ കേസ് പറഞ്ഞത് അതേപോലെ ഹസ്ബൻഡ് വിചാരിക്കുന്നത് അവൾക്ക് ഞാൻ എന്തിനാ, അവളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അവൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയല്ല. അപ്പോൾ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് എന്ന് പറയുന്നത് അത് 100% വേണം. എന്നാൽ മാത്രമേ ഈ സെക്ഷുവാലിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യണം. ഇൻറ്റിമസി ഉണ്ടെങ്കിലേ ഇതിനകത്ത് സാധാരണ ഞാൻ കേട്ടിട്ടുള്ള കേസസിലൊക്കെ പലരും പറയുന്നത് പിന്നെ എല്ലാവരും ഇൻറ്റിമസി ഉണ്ടാക്കിയിട്ടാണോ ഈ പിന്നെ ഇതിലേക്ക് പോകുന്നത്. അങ്ങനെയല്ല, അതുണ്ടാകണം. അതുണ്ടായാൽ മാത്രമേ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മാഡം, നമുക്ക് വാട്സാപ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഞാൻ ചോദിക്കുകയാണ്. അതായത് പാലക്കാട് നിന്ന് ഗോകുൽ ചോദിച്ചിരിക്കുന്നത്, ചില മതങ്ങളിൽ വിവാഹപൂർവ്വ കൗൺസിലിംഗ് കൃത്യമായി ചെയ്യാറുണ്ട്, അത് അവരുടെ ഒരു നിയമമാണ്. അതുപോലെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും കൗൺസിലിംഗ് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മതങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാഡം, ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യുന്നു. ഈ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളർ ഉണ്ട്, അതൊന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ബോണിയാണ്. ഓക്കെ, പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബീന മാമോട് സംസാരിച്ചോളൂ. ഓക്കെ, സംസാരിച്ചോളൂ. മാം, ഗുഡ് ഈവനിങ് ടു യു. ഗുഡ് ഈവനിങ് സർ. ഇൻഫാക്ട് എനിക്ക് അറിയേണ്ടത്, ഞാൻ എൻ്റെ ഒരു മോന് അവന് വിവാഹിതനാകാനിരിക്കുന്ന ആളാണ്. ആക്ച്വലി എനിക്ക് അതിനു മുമ്പ് ഈ ഏകദേശം അറിയേണ്ടത് ഈ നമ്മുടെ കേരള മാരേജസ്, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മാരേജസ്, അതിൽ ഡിവോഴ്സ് റേറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം എസ്പെഷ്യലി ചില ഡിസ്ട്രിക്ട്സിൽ ഈ ഡിവോഴ്സ് റേറ്റ്സ് കൂടുതലാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻസ്. ഏത് റിലിജിയൻ ആണെങ്കിലും അതിന്റെ ഡിവോഴ്സ് റേറ്റ്സ് കൂടുതലാണ്. പക്ഷെ 1-2 തലമുറകൾക്ക് മുമ്പ് നമുക്ക് ഈ വലിയ വിജ്ഞാനമോ അല്ലെങ്കിൽ വലിയ വായിച്ചറിവോ തിരിച്ചറിവോ ഇല്ലായിരുന്ന കാലഘട്ടത്തില് നമ്മുടെയൊക്കെ പൂർവികര് അല്ലെങ്കിൽ എൻസെസ്റ്റേഴ്സ് അവരൊക്കെ മാരേജ് ചെയ്തപ്പോൾ അതൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് ആയിരുന്നു.
അതെ. അപ്പോൾ എന്താണ് ഇൻഫാക്ട് ഈ വർക്ക് പ്രഷേഴ്സ് ആണോ, എന്ത് പ്രഷേഴ്സ് കൊണ്ടാണ് ഇൻഫാക്ട് ഈ പിള്ളേർ തമ്മിൽ അടുക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് വീണ്ടും അവർ മാരേജിന് വിമുഖത പ്രകടിപ്പിക്കുന്ന കാലഘട്ടമാണിത്. അതിന് ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ എന്തായിരിക്കും മാം? പണ്ടത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ തലങ്ങളിലേക്ക് പോകുന്നില്ലല്ലോ. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്ത് നിന്ന് വന്നയാളാണ്. അപ്പോൾ നാട്ടിൻപുറത്ത് നിന്ന് വന്നപ്പോഴ എനിക്കൊരു 20-21 വയസ്സുള്ളപ്പം എൻ്റെ കല്യാണം നടന്നതാണ്. ആ സമയത്തൊക്കെ എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ ഹസ്ബൻഡ് പറയുന്നു, നമ്മളത് ചെയ്യുന്നു, അങ്ങനെ പോകാനുള്ള അത്രയ്ക്കുള്ള കാര്യങ്ങളെ നമുക്കറിയാവുള്ളൂ. ഒരുപാട് ഈ സോഷ്യൽ മീഡിയാസിൻ്റെ ഒന്നും കടന്നുകയറ്റം ഒന്നും ഇല്ലല്ലോ, ഒരു അവൈലബിലിറ്റി ഇല്ല അത്രയും കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും അവർക്ക് പറയേണ്ട, അസേർട്ടീവ് ആവേണ്ടടുത്ത് അവർ അസേർട്ടീവ് ആകുന്നുണ്ട് ഇപ്പോഴും കുറേ കുട്ടികൾ. അപ്പോൾ അതേപോലെ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മുടെ പേരൻസ് നമുക്ക് പറഞ്ഞു തരും. ഞാൻ വേറൊരു കേസ് പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യം, ആ കുട്ടിയോട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്, നീ അവിടെ പോയി അമ്മായിയമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തോണം. ആ കുട്ടി അതേപോലെ അങ്ങ് ചെയ്തു പോകുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അവർ സഹിച്ചങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് പണ്ടത്തത്. പക്ഷേ അതേസമയം ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇവർ ഈക്വലി ഏൺഡാണ് കുട്ടികളെല്ലാം. ഇപ്പോൾ ഞാൻ ഏൺ ചെയ്യുന്ന പോലെ എൻ്റെ ഭർത്താവ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഏൺ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാനൊന്ന് ആലോചിക്കുമേ, ഞാനും ഈക്വലി ഏൺഡാണല്ലോ, പിന്നെ എന്തിനാണ്? അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിൽ വരുന്നത്. അതേസമയം പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് വൈഫ് ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുവരുന്നത് കൊണ്ട് വളരെ സന്തോഷമായിട്ട് അങ്ങ് കഴിഞ്ഞുകൂടുന്നു. ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞാലും ഓക്കെ, അതൊക്കെ ഞാൻ സഹിക്കേണ്ടതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. അവരങ്ങനെ ഞാനെന്തിനു സഹിക്കണം എന്ന് തിരിഞ്ഞെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടായിരിക്കും കൂടുതലും ഡൈവോഴ്സ് ഉണ്ടാകുന്നത്. കാരണം അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അവർ വളരെ ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ആ ഫ്രണ്ട്ലിയാണ് ഇവർ തമ്മിൽ. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിനകത്ത് ഒരു ഇച്ചിരി ഇത് തട്ടുമ്പോൾ അവർ വിചാരിക്കും എന്തിനാണ് അങ്ങനെ, ഞാൻ സഹിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു തരത്തിൽ അതാണ് വാസ്തവം. അങ്ങനെ സഹിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല. പണ്ട് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ തന്നെ പോകണം എന്നുള്ളത് അതേപോലെ പൊയ്ക്കൊണ്ടിരുന്നു. ഓക്കെ സർ. Okay, thank you. Thank you so much, ma'am. വളരെ ഇൻഫോർമേറ്റീവ് സെഷൻ ആണ്. Thank you so much. Thanks for calling. മാം, നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും കൗൺസിലിംഗ് നടപ്പിലാക്കേണ്ടതല്ലേ, അത്യാവശ്യമല്ലേ എന്നുള്ളതാണ്. അതിൻ്റെ ആൻസറിലേക്ക് ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് ഹിന്ദു മതത്തിലായാലും മുസ്ലിംസിൻ്റെ എല്ലാത്തിലും, കാരണം ക്രിസ്ത്യാനിറ്റിയിൽ അവർ നല്ല രീതിയിൽ വൈഡ് റേഞ്ചിലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു മതം പറഞ്ഞാൽ കുറേ കൂടെ ആൾക്കാർ അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യും. ഇതിപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ അവിടെ നിർബന്ധമാണ്. അങ്ങനെ ആണെങ്കിലേ മാര്യേജിലേക്ക് പള്ളിയിൽ വെച്ച് നടത്തുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, കാരണം ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ തന്നെ അവർ ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന് അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അത് എപ്പോഴും ഞാൻ പറയുന്നത് ടോട്ടലി ഒരു ബ്ലാങ്ക് ആയിട്ടാണ്. അത് ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞത്. കാരണം എന്തുവാണ് നമ്മൾ ഈ മാരേജ് എന്ന് പറയുമ്പം നമ്മൾ കാണുന്നത്, ഞാനൊക്കെ പട്ടുസാരി വാങ്ങിക്കുന്നു, മാല ഇടുന്നു, മേക്കപ്പ് ചെയ്യുന്നു, അത് മാത്രമല്ല നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ചെന്ന് കയറുക, അത് ഭയങ്കര രസമായ ഒരു ജീവിതം, ഇങ്ങനെ അത് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷേ പിന്നീടാണ് പല തലങ്ങളും പല റോൾസും നമ്മൾ അഭിനയിക്കേണ്ടി വരുന്നുണ്ട് അവിടെ. അതൊക്കെ മനസ്സിലാക്കി തന്നെ പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ മാഡം, ഈ ഒരു ചോദ്യമുള്ളത്, ഇപ്പം രണ്ട് വ്യക്തികൾ രണ്ട് കുടുംബങ്ങളിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പം എന്തായാലും ഒരുപോലെ വളർന്നിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചില കേസുകളിൽ 100% ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഒരുമിച്ച് ചേരുന്നത്. അപ്പോൾ ഈ കുട്ടിക്കാലത്തുള്ള ചിലപ്പോൾ ചില പാരൻറ്റിങ്ങിൻ്റെ ട്രോമ അല്ലെങ്കിൽ പേരൻസ് തമ്മിലുള്ള ഇഷ്യൂസ് ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന ട്രോമ, ചിലപ്പോൾ സിംഗിൾ പേരൻ്റ് ആയിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. അപ്പം ഇത്തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമ അത് പലപ്പോഴും അതിനെ പക്വതയോടുകൂടി നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ളൊരു ജീവിതത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് സാധാരണ എങ്ങനെയാണത് കണ്ടുവരുന്നത്? ആ ഒരു ട്രോമ എത്രത്തോളം ഭീകരമാകുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിൽ? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് തിയറിയിൽ പറയുന്നുണ്ട്. ഒരു ജോൺ ബോൾബി പറയുന്നത്, അറ്റാച്ച്മെൻറ്റ് തിയറിയിൽ പറയുന്ന കാര്യം, ഈ
പല തരത്തിലാണ് കുട്ടികൾക്ക് സ്നേഹം കിട്ടുന്നത് വീട്ടിൽ നിന്ന്. ഇപ്പോൾ പേരൻസ് വളരെ കാര്യമായിട്ട് സ്നേഹത്തോടെ വളർത്തുന്ന കുട്ടികളുണ്ട്. അവർ സെക്യൂർ അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. അവർ വരുമ്പോൾ അവരുടെ ഹസ്ബൻഡുമായിട്ട് വരുമ്പോൾ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം കിട്ടാനുള്ള സ്നേഹമൊക്കെ ഇഷ്ടംപോലെ കിട്ടി വന്നവരാണ്. അടുത്ത ഒരു ആങ്ഷ്യസ് എന്നും പറഞ്ഞൊരു തരം ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാത്തിനും ആങ്സൈറ്റി ആയിരിക്കും. കാരണം സ്നേഹം കിട്ടുമോ, അവർക്ക് ആ നല്ലവണ്ണം കിട്ടി വന്നില്ല, അപ്പോൾ അവർ കിട്ടുമോ കിട്ടത്തില്ലേ, ഈ തരത്തിലായിരിക്കും. അപ്പോൾ അവർ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ഹസ്ബൻഡ് എന്നെ വിട്ടിട്ട് പോകുമോ, ഇങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റീസ് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടുത്തത് വരുന്നത് അവോയ്ഡൻ്റ് ആണ്. അവോയ്ഡൻ്റ് എന്ന് പറഞ്ഞാൽ അവർ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് വേറൊരാളുടെ അടുത്ത് സ്നേഹം കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരെ ആരെങ്കിലും ഹഗ് ചെയ്യാനൊക്കെ വന്ന് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, എക്സ്പ്രസീവ് ആയിരിക്കുകയില്ല. ആ സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ഡിസോർഗനൈസ്ഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രോമാസിൽ നിന്ന് കടന്നു പോയതാണ്. ഫിസിക്കൽ അബ്യൂസൊക്കെ ഒരുപാട് അനുഭവിച്ചവരായിരിക്കും. അവർക്ക് സ്നേഹം വേണം, പക്ഷേ ഭയമാണ്. അങ്ങനെയുള്ള ഇതെല്ലാം തന്നെയാണ് ഈ അറ്റാച്ച്മെൻ്റാണ് അവർ പിന്നെ ജീവിതത്തിൽ കയറുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങനെ പറ്റുകയില്ല അവർക്ക്. മാഡം, ഈ നമ്മൾ ഒരു ലൈഫിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മുടെ മീഡിയയിൽ വരുന്ന പല വാർത്തകളും പല കുട്ടികളെയും ഭയപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ, ഇപ്പം സൂയിസൈഡ് ചെയ്തതായാലും അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു വരുന്ന വാർത്തകളുമൊക്കെ നമ്മൾ ഒരുപാട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കേട്ടിട്ടുണ്ട്. പല പെൺകുട്ടികളും ഒരു പുതിയ ജീവിതത്തിലേക്ക് എങ്ങനെ പോകും, ഇങ്ങനെ ഡൗറി ഡെത്ത് അടക്കമുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് കല്യാണം വേണ്ട, ഭയം തോന്നുന്നത്. പിന്നെ ഈ ഡൗറി ചോദിക്കുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. ഇപ്പം ചില കേസസിൽ വളരെ പ്രമാദമായിട്ടുള്ള പല കേസസും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് മകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം വെറുതെയെങ്കിലും നമ്മളിങ്ങനെ നിങ്ങളുടെ മകൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ വീട്ടിൽ നിൽക്കാൻ അനുവദിച്ചു എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും മനസ്സിൽ ചോദിച്ചു പോകാറുണ്ട്. അപ്പം ഇങ്ങനെ പല തരത്തിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഒന്ന്, ഈ ഡൗറി പ്രശ്നങ്ങൾ ഭയന്ന് കല്യാണത്തെക്കുറിച്ച് അതിനോടൊരു വിരക്തി തോന്നുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കി ലിവ് ഇൻ റിലേഷൻഷിപ്സിലേക്ക് പോകാം, അതിനുശേഷം മാരേജിലേക്ക് പോകാം. പലപ്പോഴും ലിവ് ഇൻ റിലേഷൻഷിപ്പ് പകുതി വഴി എത്തുമ്പോൾ തന്നെ പ്രശ്നങ്ങളായിട്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ കല്യാണം വേണ്ട, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയാകും എന്നുള്ള ആങ്സൈറ്റിയിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് ആസ് എ സൈക്കോളജിസ്റ്റ് ഈ ഒരു സാഹചര്യത്തെ അനലൈസ് ചെയ്യുന്നത്? ശരി, ഈ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ ഇവരാദ്യം ആലോചിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എന്തുകൊണ്ട് ആ പോകുന്ന ഒരു കുട്ടിക്ക് അവിടെ വീട്ടിലൊരു ഹറാസ്മെൻറ്റ് നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി പറയണം എനിക്ക് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ആ കുട്ടി കാണിക്കണം. അല്ലാതെ ആ കുട്ടി അതുപോലെ വീട്ടുകാരും അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്, നിന്നേ പറ്റൂ. മാഡം, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന ഒരു കേസിൽ ഭർത്താവ് ഭയങ്കര അബ്യൂസീവായിട്ടുള്ള ഒരാളാണ്. ഈ കുട്ടി പരാതി പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അവനോടുള്ള സ്നേഹം കൊണ്ട് ആ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ സൂയിസൈഡ് ചെയ്യുന്ന മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്. സത്യത്തിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ്. ഒരാൾ അബ്യൂസീവ് ആണ്, ടോക്സിക് ആണെങ്കിൽ അത് കളഞ്ഞു പോകുക, അറ്റ്ലീസ്റ്റ് നമ്മളെ സേവ് ചെയ്യാന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്വം നമുക്കില്ലേ? അപ്പോൾ അത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് അതിൻ്റെ കാര്യം. അത്രയും അങ്ങോട്ട് അബ്യൂസീവ് ആണ് അവിടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ വന്നതാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് കളയാനുള്ള ഒരു മടിയായിരിക്കും ആവാം. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ എനിക്കറിയാവുന്ന കേസസ് ഉണ്ട്, ഈ അബ്യൂസീവ് ആണ്, ചില സമയം ഭയങ്കര സ്നേഹം കാണിക്കും. അതൊക്കെ പല രോഗങ്ങളുടെ ഒരു ഇതാണ്. അപ്പോൾ ചില സമയം ആ രോഗം ഒരു സ്നേഹം കാണിക്കുമ്പോൾ കുഴപ്പമില്ല, ഈ സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ ചേട്ടനിടയ്ക്ക്, അതിലങ്ങ് സന്തോഷിച്ച് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട്. പക്ഷേ ഇത് ശരിക്കും ചെയ്യുന്ന അത്രയ്ക്ക് ഫിസിക്കലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവരെ. എന്നാലും ചിലപ്പോൾ ആ സ്നേഹം ഇതെന്ന് പറഞ്ഞാൽ പിന്നെ അത്ര കണ്ട് നാർസിസിസമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അവർ പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക, അവർ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു തരമാണ്. പക്ഷേ ഇത്
കുറേ കാലമായി കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ശീലമായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരാനുള്ള ഒരു മടി, പിന്നെ സമൂഹത്തെ ഭയം, അതൊരു തരമുണ്ട്. പിന്നെ വീട്ടുകാരുടെ അടുത്തേക്ക് വന്നാൽ വീട്ടുകാർ ചോദിക്കുന്നത്, എന്നെ നാണം കെടുത്താനാണോ നീ ഇങ്ങ് വന്നത്, നിനക്ക് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഞാനും ഒക്കെ കുറേ സഹിച്ച് തന്നെയാണ് നിന്നത്, ഇങ്ങനെയായിരിക്കും പറയുന്നത്. പക്ഷേ അവരറിയുന്നില്ല അത് എത്രമാത്രം ആ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. കാരണം പാരനോയിഡ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ സ്കൂളിൽ വിളിച്ച് ശരിക്കും ചോദിക്കും, പിന്നെ നീ എവിടെ ആടി, ആരുടെ കൂടെ ആടി, ഈ തരത്തിലുള്ള വെറും വൃത്തികെട്ട സംസാരങ്ങളാണ്. പക്ഷേ ഒരു കുഞ്ഞായിപ്പോയി. അപ്പോൾ ടീച്ചർ പറയുന്നത്, ടീച്ചറിന് പ്രമോഷൻ കിട്ടി വേറൊരിടത്തേക്ക് പോയി, എന്നാലും ടീച്ചറിന് ഈ കുഞ്ഞിനെ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കറിയാം പുള്ളി അസുഖമുള്ള ആളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് എനിക്കും തിരിച്ച് കുഞ്ഞിൻ്റെ അടുത്ത് വരണം എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കുറച്ച് ദിവസം അവിടെ നിൽക്ക്, ഒരു സമാധാനം കിട്ടട്ടെ. കാരണം കുഞ്ഞിനെ ഇവർ നല്ലോണം നോക്കുകയാണ്. പക്ഷേ അമ്മ എന്ന നിലയിൽ, കാരണം കുഞ്ഞിനെ വിട്ടു പോരുമ്പോൾ എൻ്റെ കുഞ്ഞ് ഇതൊക്കെ കാണുന്നില്ലേ, കുഞ്ഞിൻ്റെ വളർച്ചയിലും ഇതൊക്കെ ബാധിക്കത്തില്ലേ എന്നതാണ് പ്രശ്നം. ശരിക്കും ഒരുപാട് ഫാമിലി അനുഭവിക്കുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടുകൾ, ഫിസിക്കൽ ടോർച്ചറൊക്കെ നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ശരിക്കും അതൊക്കെ ഞാൻ അസേർട്ടീവാന്ന് പറഞ്ഞ പോലെ നോ എന്ന് തന്നെ പറയണം, വേണ്ട എന്ന് പറയാൻ നമുക്കത് പറയാൻ പറ്റുകയല്ല. ആസ് എ സൈക്കോളജിസ്റ്റ് നമുക്ക് അങ്ങനെ പറയാൻ ഒക്കെയല്ല, നിങ്ങളത് കളഞ്ഞിട്ട് പോകുന്ന പറയാനൊക്കെയല്ല. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അവർ തന്നെയാണ് they have to decide. മാഡം, ഈ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം മാഡം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ സാധാരണ കല്യാണം നടത്തുന്ന സമയത്ത് നല്ല ജോലിയുണ്ടോ, കാണാൻ നല്ലതാണോ, പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചേരുമോ, ഇതെല്ലാം നോക്കിയിട്ട് കല്യാണം നടത്തും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എവിടെയും നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പം ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, സൈക്കോളജിക്കലി പ്രശ്നമുള്ള പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള ഒരാളായിരിക്കാം ഈ കപ്പിളിൽ ഒരാളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ പറയുന്ന പോലെ കല്യാണത്തിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം, ഇപ്പം മാം പറഞ്ഞ പോലെ ഇപ്പോൾ പാരനോയിഡ് ആണെന്ന് പറഞ്ഞ പോലെ കല്യാണത്തിലേക്ക് എൻ്റർ ചെയ്തു, ചിലപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു, പിന്നീട് അത് കൊണ്ടിങ്ങനെ ഭാരം ജീവിതത്തെ ചുമന്നു കൊണ്ടുവന്ന് എന്താ പറയുക, ഒരു നിസ്സഹായത ഉള്ള സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഒരാൾക്ക് പ്രശ്നമുണ്ട്, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പേഴ്സണാലിറ്റി, പക്ഷേ ഇപ്പുറത്തുള്ള പാർട്ട്ണർ നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നല്ല ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുന്ന കേസസും ഉണ്ട്. അത്തരത്തിലുള്ള അസസ്മെൻറ്റ്സ് നിർഭാഗ്യവശാൽ കല്യാണത്തിന് മുമ്പ് ഇപ്പോഴും നമ്മുടെ സിസ്റ്റം അത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വ്യക്തികൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. അത് ഒരു ആവശ്യകതയാണോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ? കാരണം ലോകം കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അത് ആവശ്യമാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാം. കല്യാണത്തിന് മുമ്പ് ആകുമ്പോൾ എനിക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഞാൻ എന്തിനിത് സഹിച്ചു കൊണ്ടുപോകണം. പക്ഷെ ലവ് മാരേജ് ആണെങ്കിൽ ചിലപ്പം പിന്നെ ഇങ്ങനെ ശരിക്കും കൊണ്ടുവന്ന് തെറാപ്പിയൊക്കെ നടത്തി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട്, ഇല്ലയെന്നല്ല. അത് കല്യാണത്തിന് മുമ്പല്ല, കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡാണ്, ഹസ്ബൻഡിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, രണ്ടുമാകാം. അപ്പോൾ ആ തരത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഇവർ വിചാരിക്കും ഞാനെന്തിനു സഹിക്കണം, കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സഹിച്ചു കൊണ്ടുപോകാറ് പതിവില്ല. അവർ അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിട്ട് വേണ്ടാന്ന് വെക്കുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ലവ് മാരേജസിൽ കുറച്ചുകൂടെ ഒരു ഇൻറ്റിമസി ഡെവലപ്പായി കഴിഞ്ഞല്ലോ, അപ്പോൾ അവർ ഓക്കെയാണ്, അവർ കൊണ്ടുവന്ന ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ എടുത്ത് സൈക്കാട്രിസ്റ്റിനെയൊക്കെ കണ്ട് ഒക്കെ ചെയ്യുന്ന കേസസും ഉണ്ട്. മാഡം, നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ഒരു നല്ലത് എല്ലാവരെ കൊണ്ടും നല്ലത് പറയും. ഇപ്പോൾ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ അമ്മായിയച്ഛനും അമ്മായിയമ്മയും നല്ലത് പറയണം, നമ്മുടെ സിസ്റ്റർ ഇൻ ലോയും നല്ലത് പറയണം, ചുറ്റുമുള്ളവർ നല്ലത് പറയണം. പക്ഷേ ആ നല്ലതെന്ന് പറയുന്ന എക്സ്പെക്റ്റേഷന് ഒത്ത് ചിലപ്പോൾ നമുക്ക് വരാൻ പലപ്പോഴും പറ്റണം എന്നില്ല. തിരിച്ച് പയ്യനാണെങ്കിലും പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുമ്പം ഇതേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നല്ലത് എന്ന് പറയുന്നത് ഒരു ആപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, അത് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എങ്ങനെയായിരിക്കണം ഒരു കല്യാണത്തിന് തയ്യാറെടുക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പയ്യൻ
എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, A to Z. ഇപ്പം അതിനകത്ത് ഫിനാൻസസ് വരും, ജീവിതത്തെക്കുറിച്ചുള്ള ഡീപ്പർ പ്ലാനിങ്സ് വരും, ഒരു പാരൻ്റ് ആവാനുള്ള തയ്യാറെടുപ്പിനെ, കല്യാണം കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു കുഞ്ഞ്. അപ്പോൾ ഈ പ്ലാൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീൽ ചെയ്യുമോ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ? ഇത് ഓരോന്നും ഡീൽ ചെയ്യും. പിന്നെ ഏറ്റവും അത്യാവശ്യം ഞാനായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്കവിടെ എത്ര അഭിനയിച്ചാലും ആദ്യം ചെന്ന് കയറിയിട്ട് നമ്മൾ തകർത്തങ്ങ് അഭിനയിക്കും, ഞാൻ നല്ലതാണ്, ഞാൻ അങ്ങനെയാണ്, അതിൻ്റെ ഒന്നും കാര്യമില്ല. ഞാനായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്രീമാരിറ്റലിന് വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കും എന്തൊക്കെയാണ് ഈ ഓരോന്നും, ഓരോ ക്വാളിറ്റി, കുറേ കാര്യങ്ങളിലും ഇടപെടും നമ്മൾ. എന്തൊക്കെയാണ് ഫിനാൻസ്, എങ്ങനെയാണ്, അതുപോലെ പിന്നെ ഇവരുടെ ഓരോ ക്യാരക്ടറും നമ്മൾ അതിനൊരു ഫോമാറ്റ് ഉണ്ട്. അത് ഓരോന്നും ആദ്യം ആ കേസ് ഹിസ്റ്ററി എടുക്കും, ഇവർക്ക് എങ്ങനെയാണ്, ഇവരുടെ ഓരോ ക്യാരക്ടർ എങ്ങനെയാണ്, ഓരോന്നും എടുക്കും നമ്മൾ. ആ ഓരോ എടുത്തിട്ട് ഇവർ തമ്മിലുള്ള ആ ഡിസ്പാരിറ്റീസ് നോക്കും നമ്മൾ. അപ്പോൾ ആ ഡിസ്പാരിറ്റീസ് നോക്കി അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ചിലർക്ക് അത് അവരുമായിട്ട് ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേർക്കും നമ്മുടെ തെറ്റുകൾ എന്ന് പറയൊക്കെയല്ല, ആ ഡിസ്പാരിറ്റീസ് ഇന്നതാണെന്ന് മനസ്സിലായി കഴിയുമ്പം അവരത് കോപ്പപ്പ് ചെയ്ത് പൊക്കോളും. അപ്പോൾ അല്ലാതെ നമ്മൾ അവിടെ ചെന്ന്, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഇൻലോസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇൻലോസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, രണ്ട് ഫാമിലിക്കും ഒരു ബൗണ്ടറി നമ്മൾ വെക്കണം. ഇപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർക്കായാലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കായാലും ഒരു ബൗണ്ടറി വെക്കണം. കാരണം പിന്നെ എല്ലാം നമ്മളൊരു ട്രിപ്പ് പോകുന്ന എല്ലാത്തിനും ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരെയും വൈഫിൻ്റെ വീട്ടിലുള്ള എല്ലാം കൊണ്ടുപോകണ്ട. നമുക്ക് അതിന് പ്രത്യേകമായിട്ട് നമുക്ക് ട്രിപ്പുകൾ വെക്കാം. പക്ഷേ നമ്മൾ മാത്രമുള്ള ഒരു ലൈഫുണ്ട്. അപ്പോൾ ആ ലൈഫിൽ നമ്മൾ മാത്രം പോവുക, അല്ലാത്തതിൽ പിന്നെ അവരെ കൂടെ ഉൾപ്പെടുത്തുക. അതേപോലെ ഓരോരോ കാര്യങ്ങൾക്കും എന്തൊക്കെയാണ് ഇൻലോസിൻ്റെ അടുത്ത് വരുമ്പോൾ, ഇൻലോസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ പിന്നെ ഇവരെ നോക്കി ഇൻലോസിൻ്റെ മുമ്പിൽ വെച്ച് കുറ്റം പറയാതെ മാറിയിട്ട് റൂമിൽ ചെന്നിട്ട് നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിനകത്ത് നമ്മൾ നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ പോലെ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനുള്ള സാധ്യത, സാഹചര്യം നിലവിലുണ്ടോ? പ്രൈവറ്റായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. പ്രൈവറ്റായിട്ട് നടത്തുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഉള്ള സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് നമ്മളിങ്ങനെ അല്ലാതെ അതിനായിട്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ് മാഡം, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. കേരള കണക്റ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വിവാഹപൂർവ്വ കൗൺസിലിംഗ് അഥവാ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ബീന ജയകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നമുക്ക് അതിഥിയായിട്ടുണ്ടായിരുന്നത്. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്ദി മാഡം. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കും കോളേഴ്സിനും ഒക്കെ നന്ദി. താങ്ക് യു.